ലോസ് ഏഞ്ചൽസ് തീജ്വാലകളിൽ വെന്തമർന്നു. ഒരു ദുസ്വപ്നം പോലെ വിനാശകരമായ ദുരന്തം. ഈ മഹാദുരന്തം എങ്ങനെ ആരംഭിച്ചു? കാലാവസ്ഥാ വ്യതിയാനമാണോ കാരണം, അതോ അട്ടിമറിയുണ്ടോ? ജനുവരി 7 പ്രാദേശിക സമയം രാവിലെ 10:30 പസഫിക് പാലിസൈഡ്സിൽ ആദ്യത്തെ തീപിടുത്തം ഉണ്ടായത്. അതേ ദിവസം തന്നെ മറ്റ് രണ്ടിടങ്ങളിലും തീപിടുത്തമുണ്ടായി, ഈസ്റ്റണിലും ഹസ്റ്റിലും. ഈ തീപിടുത്തങ്ങൾ പോലും ഇതുവരെ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. പാലിസൈഡ്സിലേത് ഏറ്റവും വിനാശകാരിയായ തീപിടുത്തമാണ്. ജനുവരി 8 വുഡ്ലിയിലും ലിഡിയയിലും ഹോളിവുഡ് ഹിൽസിലും കൂടുതൽ തീപിടുത്തങ്ങളുണ്ടായി. ഇവയെല്ലാം പിന്നീട് അണച്ചിട്ടുണ്ട്. ഒന്നിലധികം കാരണങ്ങളാണ് തീപിടുത്തത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന് പഴയ തീപിടുത്തങ്ങളാണ്. പുതുവത്സര ദിനത്തിൽ പാലിസൈഡ്സിന് സമീപം ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായി. അത് വെടിക്കെട്ട് മൂലമായിരുന്നു. താമസിയാതെ അഗ്നിശമന വിഭാഗം അത് നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. എന്നാൽ കാറ്റ് വീശിയതോടെ വീണ്ടും തീ ആളിക്കത്തിയതാവാം എന്നും കരുതുന്നുണ്ട്. നീറിക്കൊണ്ടിരിക്കുന്ന കനലുകൾ ഒരു വലിയ തീപിടുത്തത്തിലേക്ക് നയിച്ചതുമാകാം. അന്വേഷകർ ഇക്കാര്യം പരിശോധിക്കുന്നുമുണ്ട്. രണ്ടാമത്തേത് കാലാവസ്ഥാ വ്യതിയാനമാണ്. അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിൽ കാട്ടുതീ സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസ് തെക്കൻ കാലിഫോർണിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് തീവ്ര വരൾച്ച അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് അസാധാരണമാം വിധം കനത്ത മഴ പെയ്തു. 2 വർഷത്തേക്ക് ശക്തമായ മഴയാണ് പെയ്തത്. ഇതെല്ലാം സസ്യങ്ങൾ തഴച്ചു വളരാൻ കാരണമായി. ഈ വർഷം നഗരത്തിൽ അനുഭവപ്പെട്ടത് കനത്ത വരൾച്ചയാണ്. ചെറിയൊരു തരി വീണാൽ പോലും തീപിടിക്കുന്ന അവസ്ഥയിലായിരുന്നു. കാറുകളും ഉപേക്ഷിച്ച സിഗരറ്റും മിന്നലുമെല്ലാം ഉണങ്ങിയ സസ്യങ്ങൾക്ക് തീപിടിക്കാൻ കാരണമാകും. പിന്നീട് അതിശക്തമായ കാറ്റ് വീശുന്നതോടെ ഈ തീനാളങ്ങൾ പടർന്നു പിടിക്കാനും കാരണമാകും. കാട്ടുതീയുടെ തീവ്രത കൂട്ടിയത് സാന്ത ആന എന്ന കാറ്റാണ്. തീപിടുത്തമുണ്ടായി വെറും 25 മിനിറ്റിനുള്ളിൽ ഈ വരണ്ട കാറ്റുകൾ കാരണം 200 ഏക്കറിലധികം വിസ്തൃതിയിലേക്ക് അഗ്നി വ്യാപിച്ചു. തീപിടുത്ത മഹാദുരന്തമായി മാറ്റിയത് ഈ കാറ്റുകളാണ്. പൊട്ടിവീണ വൈദ്യുതി ലൈനുകളാണ് തീപിടുത്തത്തിന് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ലോസ് ഏഞ്ചൽസിൽ ശക്തമായ കാറ്റുള്ളപ്പോൾ വീടുകളിൽ വൈദ്യുതി വിച്ഛേദിക്കാറുണ്ട്. എന്നാൽ ഇക്കുറി ഈസ്റ്റണിൽ അനിയന്ത്രിതമായ തീ ഉണ്ടായ ശേഷവും വീടുകളിൽ വൈദ്യുതി ഉണ്ടായിരുന്നു. നിയന്ത്രിക്കാനാവാത്ത വിധം കാട്ടുതീ അമേരിക്കയെ വിഴുങ്ങിയിരിക്കുന്നു. ആശങ്കയുയർത്തി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്.